പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പഠിക്കുന്നത് കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ്. കേരള സർക്കാരിൻ്റെ പദ്ധതികൾ പറയുന്ന 3-ാമത്തെ ക്ലാസ്സാണിത്. ആദ്യത്തെ 2 ക്ലാസ്സുകളും കാണാനായി ശ്രമിക്കണം. ആദ്യത്തെ പദ്ധതി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നാണ് ഫുൾ ഫോം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ്. എന്താണ് സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ? കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ-ഫോൺ. പൊതുജനങ്ങൾക്ക് പോലീസിൻ്റെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച വെബ് പോർട്ടലാണ് തുണ. തുണയുടെ ഫുൾ ഫോം എന്താ? ദ ഹാൻഡ് യു നീഡ് ഫോർ അസിസ്റ്റൻസ്. തുണ, ദ ഹാൻഡ് യു നീഡ് ഫോർ അസിസ്റ്റൻസ്. അപ്പോൾ എന്താണ് തുണ? പൊതുജനങ്ങൾക്ക് പോലീസിൻ്റെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച വെബ് പോർട്ടലാണ് തുണ. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ആസ്ഥാനത്തെയും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കാവൽ മരം. അപ്പോൾ പോലീസ് എന്തിനാ? കാവലിനല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി വയ്ക്കുന്ന മരം എന്താ? കാവൽ മരം. അങ്ങനെ ലിങ്ക് ചെയ്താൽ മതി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ആസ്ഥാനത്തും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കാവൽ മരം. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിഷവിമുക്തമായ പച്ചക്കറി സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യം സംരക്ഷിക്കുവാനുമുള്ള ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കുന്ന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. അപ്പോൾ എന്താ? പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിഷവിമുക്തമായ പച്ചക്കറി സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യം സംരക്ഷിക്കുവാനുമുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. അടുത്ത പദ്ധതി, നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരഗ്രാമം. അപ്പോൾ നാളികേരത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കേരഗ്രാമം. അതുപോലെ കേരളത്തെ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ക്ഷീരഗ്രാമം. അപ്പോൾ കേരഗ്രാമവും ക്ഷീരഗ്രാമവുമാണ്. കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന ക്ഷീരഗ്രാമവും നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വന്നത് കേരഗ്രാമവുമാണ്. കേരള ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം. കേരള ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കും കുടുംബ അംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം. അപ്പോൾ എന്താണ് ആദ്യത്തെ പദ്ധതി? ഒന്നുകൂടെ നോക്കാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്. പൊതുജനങ്ങൾക്ക് പോലീസിൻ്റെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച വെബ് പോർട്ടൽ എന്താണ്? തുണ, ദ ഹാൻഡ് യു നീഡ് ഫോർ അസിസ്റ്റൻസ് എന്നാണ് തുണയുടെ ഫുൾ ഫോം. എന്താണ്? പൊതുജനങ്ങൾക്ക് പോലീസിൻ്റെ സേവനം ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് തുണ. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ആസ്ഥാനത്തും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എന്താ? കാവൽ മരം. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിഷവിമുക്തമായ പച്ചക്കറികൾ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യം സംരക്ഷിക്കുവാനുമുള്ള ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കുന്ന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കേരഗ്രാമം. കേരളത്തെ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ക്ഷീരഗ്രാമം. കേരള ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം. അടുത്ത പദ്ധതി, കേരളത്തിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ സുരക്ഷയും നിർവഹണവും ഉറപ്പാക്കുന്നതിന് GPS അടിസ്ഥാനമാക്കിയുള്ള വാഹന ട്രാക്കിങ്ങും നിരീക്ഷണവും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്ര. അപ്പോൾ കേരളത്തിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ സുരക്ഷയും നിർവഹണവും ഉറപ്പാക്കുന്നതിനായി GPS അടിസ്ഥാനമാക്കിയുള്ള വാഹന ട്രാക്കിങ്ങും നിരീക്ഷണവും നടപ്പിലാക്കുന്ന പദ്ധതി എന്താ? സുരക്ഷാമിത്ര.
കേരളത്തിലെ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരശേഖരണത്തിനായി കേരള IT മിഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് റീബിൽഡ് കേരള. റീബിൽഡ് കേരള മൊബൈൽ ആപ്പാണ് കേരളത്തിലെ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരശേഖരണത്തിനായി IT മിഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്പാണ് റീബിൽഡ് കേരള. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ പലിശയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സഹകരണ ബാങ്കുകളും കുടുംബശ്രീയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. അപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ പലിശയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സഹകരണ ബാങ്കുകളും കുടുംബശ്രീയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ജനകീയ ഭക്ഷണശാല. വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച സംരംഭം എന്താണ്? ജനകീയ ഭക്ഷണശാല. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ പൊതുഗതാഗത വാഹനങ്ങളിൽ സുരക്ഷയും നിർവഹണവും ഉറപ്പാക്കുന്നതിന് GPS അടിസ്ഥാനമാക്കിയുള്ള വാഹന ട്രാക്കിങ്ങും നിരീക്ഷണവും നടപ്പിലാക്കുന്ന പദ്ധതി ഏതാ? സുരക്ഷാമിത്ര. സുരക്ഷാമിത്ര പൊതുഗതാഗത വാഹനങ്ങളിൽ GPS കൊണ്ടുവരുന്നു. അതിലൂടെ എന്തുറപ്പാക്കുന്നു? സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്ര. കേരളത്തിലെ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിവരശേഖരണത്തിനായി IT മിഷൻ രൂപീകരിച്ച മൊബൈൽ ആപ്പാണ് റീബിൽഡ് കേരള. റീബിൽഡ് കേരള. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഭീമമായ പലിശയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനായി ആരൊക്കെ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി? സഹകരണ ബാങ്കും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. ആരൊക്കെ ചേർന്നാണ്? സഹകരണ ബാങ്കും കുടുംബശ്രീയുമാണ് കേട്ടോ. വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ജനകീയ ഭക്ഷണശാല. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതിനും ജനങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും സ്വമേധയായുള്ള സാമ്പത്തിക സഹായം സമാഹരിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച സംരംഭം എന്താ? നവകേരള നിധി. അപ്പോൾ നവകേരള നിധി എന്താ? കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നു. അതുപോലെ ജനങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും സ്വമേധയായുള്ള സാമ്പത്തിക സഹായം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി എന്താണ്? നവകേരള നിധി. നവകേരള നിധി. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. കേരളത്തിലെ പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി എന്താ? ജനനി ജന്മരക്ഷ. പട്ടികവർഗക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് സമഗ്ര. ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്കാണ് സാക്ഷരത ഉറപ്പുവരുത്തുന്നത്. പദ്ധതി ഏതാ? സമഗ്ര. ആരുടെ പദ്ധതിയാണ്? സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ്. റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പൊതുജനങ്ങൾക്ക് അഴിമതിയെക്കുറിച്ച് സർക്കാരിന് രഹസ്യമായി വിവരം കൈമാറുന്നതിനായി ആരംഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അഴിമതി മുക്ത കേരളം. പൊതുജനങ്ങൾക്ക് അഴിമതിയെക്കുറിച്ച് സർക്കാരിന് രഹസ്യമായി വിവരം കൈമാറുന്നതിനായി ആരംഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതി എന്താ? അഴിമതി മുക്ത കേരളം. ഒന്നുകൂടെ നോക്കാം. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതിനും ജനങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും സ്വമേധയായുള്ള സാമ്പത്തിക സഹായം സമാഹരിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച സംരംഭം എന്താ? നവകേരള നിധി. നവകേരള നിധി. കേരളത്തിലെ പട്ടികവർഗക്കാര ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് സമഗ്ര. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കേരളം. പൊതുജനങ്ങൾക്ക് അഴിമതിയെക്കുറിച്ച് സർക്കാരിന് രഹസ്യമായി വിവരം കൈമാറുന്നതിനായി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് അഴിമതി മുക്ത കേരളം. അടുത്ത പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി എന്താണ്? സമന്വയ.
കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാനസിക പിന്തുണയും പരിരക്ഷയും നൽകുന്ന കേരള സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ പദ്ധതി ഏതാ? കാവൽ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ്. ലക്ഷ്യം എന്താണ്? കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാനസിക പിന്തുണയും പരിരക്ഷയും നൽകുന്നതാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് കാവൽ. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാ? അക്ഷരലക്ഷം. തീരപ്രദേശത്തു നിന്ന് 50 മീറ്റർ വരെ ദൂരത്തിൽ താമസിക്കുന്നവർ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് പുനർഗേഹം. പുനർഗേഹം പദ്ധതി എന്താ? തീരപ്രദേശത്തു നിന്ന് 50 മീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി എന്താ? പുനർഗേഹം. പുനർഗേഹം. കുറഞ്ഞ വിലയിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജല അതോറിറ്റി ആരംഭിച്ച പദ്ധതി ഏതാണ്? തെളിനീർ. ഇപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ കുപ്പിവെള്ളം, തെളിനീർ. ജല അതോറിറ്റിയാണ് കേട്ടോ ആരംഭിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുവാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാഠം 1 പാഠത്തേക്ക്. അപ്പോൾ എന്താ? സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പദ്ധതി. കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുവാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും രണ്ടുപേരും ചേർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി എന്താണ്? പാഠം 1 പാഠത്തേക്ക്. ആർക്ക് വേണ്ടി? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുവാനും വേണ്ടി. ആര് നടപ്പിലാക്കി? വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന്. നിരാലംബരും നിർധനരുമായ വയോധികരെ സംരക്ഷിക്കുന്നതിനായി കേരളത്തിലെ എല്ലാ ജില്ലയിലും ആരംഭിച്ച കോൾ സെൻ്ററാണ് വയോക്ഷേമ. നിരാലംബരും നിർധനരുമായ വയോധികരെ സംരക്ഷിക്കുന്നതിനായി കേരളത്തിലെ എല്ലാ ജില്ലയിലും ആരംഭിച്ച കോൾ സെൻ്ററാണ് വയോക്ഷേമ. ഒന്നുകൂടെ നോക്കാം. ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതി ഏതാ? സമന്വയ. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾക്ക് കുട്ടികൾക്കാണ് കേട്ടോ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാനസിക പിന്തുണയും പരിരക്ഷയും നൽകുന്ന കേരള സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് കാവൽ. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടി സാക്ഷരതാ മിഷൻ്റെ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം. തീരപ്രദേശത്തു നിന്ന് 50 മീറ്റർ വരെ ദൂരത്തിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള സർക്കാർ പദ്ധതി ഏതാ? പുനർഗേഹം. കുറഞ്ഞ വിലയിൽ കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജല അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് തെളിനീർ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുവാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാഠം 1 പാഠത്തേക്ക്. പാഠം 1 പാഠത്തേക്ക്. നിരാലംബരും നിർധനരുമായ വയോധികരെ സംരക്ഷിക്കുന്നതിനായി കേരളത്തിലെ എല്ലാ ജില്ലയിലും ആരംഭിച്ച കോൾ സെൻ്ററാണ് വയോക്ഷേമ. വയോക്ഷേമ. സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ സഹകരണത്തോടെ ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് എൻ-ഊര്. എൻ-ഊര് പദ്ധതി എന്താ? സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയാണ്. ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് എൻ-ഊര്. കോഴിക്കോട് നഗരത്തിൽ ആരും വിശന്നിരിക്കാതിരിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാ? ഓപ്പറേഷൻ സുലൈമാനി. കോഴിക്കോട് നഗരത്തിൽ ആരും വിശന്നിരിക്കാതിരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. ഓപ്പറേഷൻ സുലൈമാനി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോടാണ്. രണ്ടാമത് വന്നത് മലപ്പുറത്താണ്. ഓപ്പറേഷൻ സുലൈമാനിക്ക് നേതൃത്വം കൊടുത്ത കോഴിക്കോട് കളക്ടർ ആരായിരുന്നു? പ്രശാന്ത് നായർ IAS ആണ്. കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്ത് നായർ IAS. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനിക. അപ്പോൾ വനിക പദ്ധതി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വനം കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? വനിക.
കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എവിടെയാണ്, ഏത് നഗരത്തിലാണ് നടന്നത്? കൊച്ചി നഗരത്തിൽ വന്ന പദ്ധതിയാണ്. എന്തിനായി? അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. ഒന്നുകൂടെ നോക്കാം. സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ സഹകരണത്തോടെ ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും സംരക്ഷിക്കാനുള്ള കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് എൻ ഊര്. കോഴിക്കോട് നഗരത്തിൽ ആരും വിശന്നിരിക്കാതിരിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാ? ഓപ്പറേഷൻ സുലൈമാനി. രണ്ടാമത് വന്ന ജില്ല മലപ്പുറം. ഏത് കളക്ടറാണ് നടപ്പിലാക്കിയത്? പ്രശാന്തൻ നായർ IAS. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനിക പദ്ധതി. വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി ഉൽപ്പന്നങ്ങളെ വിൽക്കുന്നതിനായിട്ടുള്ളതാണ്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയ പദ്ധതി എന്താണ്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലോകബാങ്കും സർവശിക്ഷ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർസ്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ് പദ്ധതി. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലോകബാങ്കും സർവശിക്ഷ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയിലാണ് കേരളത്തിന് പങ്കാളിത്തം ലഭിച്ചത്. ഏതിലാണ്? സ്റ്റാർസിലാണ്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8 പ്രീവിയസ് ആണ് കേട്ടോ. 8നും 18നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാ? സ്പ്ലാഷ്. അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? അമ്മ അറിയാൻ. അമ്മമാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ. ആരാണ് കൊടുക്കുന്നത്? ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴിയാണ് നൽകുന്നത്. വിശപ്പ് രഹിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുമായി കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുമായി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി. വിഷരഹിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുമായി കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ചിഹ്നം എന്താണ്? ചില്ലു എന്ന അണ്ണാറക്കണ്ണനാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ക്യാമ്പയിനിൻ്റെ ഭാഗമായി വിൽപ്പനയ്ക്കെത്തുന്ന മീനിലെ മായം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി എന്താണ്? ഓപ്പറേഷൻ മത്സ്യ. അപ്പോൾ മീനിലെ മായം കണ്ടെത്തുന്നതാണ്. നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഓപ്പറേഷൻ മത്സ്യ, മീനിലെ മായം കണ്ടെത്താൻ. ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ കുബേര. ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? ഓപ്പറേഷൻ കുബേര. അടുത്ത് ഹരിത കേരളം പദ്ധതിയെക്കുറിച്ച് നോക്കാം. ജലം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം മുതലായവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം. ഹരിത കേരളത്തിൻ്റെ ലക്ഷ്യം ഏതൊക്കെയാണ്? ജലം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം. ഇത് മൂന്നുമാണ് ഉൾപ്പെടുന്നത് ഹരിത കേരളം പദ്ധതിയിൽ. നിലവിൽ വന്നത് എന്നാണ്? ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8-നാണ്. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8-ന്. അധ്യക്ഷൻ ആരായിരുന്നു? ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയൻ. ഉപാധ്യക്ഷ TN സീമ. ഹരിത കേരളം പദ്ധതിയുടെ ഉപാധ്യക്ഷ ആരാണ്? TN സീമ. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഹരിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് KJ യേശുദാസ്. ബ്രാൻഡ് അംബാസഡർ KJ യേശുദാസ്. തരിശു ഭൂമികളിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. പച്ചത്തുരുത്ത് പദ്ധതി എന്താ? തരിശു ഭൂമികളിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് കേരളത്തിൻ്റെ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള ഹരിത മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി എന്താ? പച്ചത്തുരുത്ത്.
ഹരിത കേരള മിഷൻ്റെ ഭാഗമായി സമഗ്രമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനുമായി ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജലരക്ഷ ജീവരക്ഷ. ജലരക്ഷ ജീവരക്ഷ പദ്ധതി എന്താണ്? ഹരിത കേരള മിഷൻ്റെ ഭാഗമായി സമഗ്രമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനുമുള്ള ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാ? ജലരക്ഷ ജീവരക്ഷ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഹരിത കേരളം പദ്ധതി നോക്കാം. ജലം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യനിർമ്മാർജ്ജനം, ഇത് മൂന്നുമാണ് ലക്ഷ്യം. ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ 8. ആരാ? പിണറായി വിജയൻ. ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനായിരുന്നു. ഉപാധ്യക്ഷ ആരാണ്? TN സീമ. ലക്ഷ്യം എന്താ? പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നാണ് അതിൻ്റെ ലക്ഷ്യം. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് KJ യേശുദാസ്. തരിശു ഭൂമികളിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ച് കേരളത്തിൻ്റെ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി എന്താ? പച്ചത്തുരുത്ത് പദ്ധതിയാണ് തരിശു ഭൂമികളിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി. ഹരിത കേരള മിഷൻ്റെ ഭാഗമായി സമഗ്രമായി ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനുമുള്ള ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജലരക്ഷ ജീവരക്ഷ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.